എപ്പോഴും വണ്ടി കാണാറുണ്ട്. ഡീപ് എക്സ്കവേഷൻ. ഇവിടെ വർക്ക് ഭയങ്കര ഡെഡ് സ്ലോ ആണെന്ന പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹൈവേയുടെ കൊഞ്ചേരി ടൗണിലേക്ക് പറ്റും. നമ്മൾ ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യേണ്ടി വരും ഇവിടെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലെങ്കിൽ അപ്പുറത്തെ റോഡിൽ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അവർ മറ്റേ ട്രെഞ്ചിൻ്റെ പണി ചെയ്യും. ട്രെഞ്ച് ഫുള്ള് ചെയ്യണമെന്നാണ്. ഇത് സർവീസ് മെറ്റീരിയൽസിനുള്ള ട്രെഞ്ചാന്ന് പറഞ്ഞു. അതായത് ഈ ഇലക്ട്രിസിറ്റി, മറ്റേ ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, അതിൻ്റെ ഇപ്പോൾ സർവീസിനുള്ള ട്രെഞ്ച് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് ട്രെഞ്ച് വഴി അവർക്ക് ചെയ്യാം. കേട്ടിക്കും ഉള്ളതുകൊണ്ട് ഡീകമ്പനിക്കാരൻ വലിയ ഉടായിപ്പിന് വരില്ല വണ്ടിയുടെ മുമ്പിൽ. അവന്മാർ മന്ത്രിമാരെയും ഹൈക്കോടതിനെ വരെ ഉപയോഗിച്ച് ക്യാമറ മാറ്റാൻ പറ്റുമെന്ന് നോക്കിയതാണ്. ഡീകമ്പനിയുടെ ഉടായിപ്പ് ഇൻഫ്ലുവൻസ്. ഡിഗ്രി ക്യാമറ ആവശ്യമാണ് എല്ലാ വണ്ടികൾക്കും. അത് ഫ്യൂച്ചറിൽ അത് കമ്പൽസറി ആക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി 2025 മുതൽ ഇറങ്ങുന്ന വണ്ടികളിൽ 360 ഡിഗ്രി ക്യാമറ ഇല്ലാതെ ഇന്ത്യയിൽ സെല് ചെയ്യാൻ പാടില്ല എന്നൊരു റോള് തന്നെ. ഏത് വണ്ടിയാണെങ്കിലും 4 വീലേഴ്സ്, 2 വീലേഴ്സിൽ അത് പിടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഫ്രണ്ടിലും ബാക്കിലും ചിലപ്പോൾ പിടിപ്പിക്കാൻ പറ്റിയായിരിക്കും. എന്നാണ് എന്തോ ഈ വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്ന്. അത് മറ്റേ ഇത് ഹസാർഡ് സിഗ്നൽ ഇട്ടാണല്ലോ പോകണേ. എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. അടുത്ത വീട്ടിൽ പറമ്പ് മേടിച്ചവൻ ഈ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ട് ഇതിക്കടെയാണ് ഇടപാട് ചെയ്യുന്നത്. എന്തൊരു സുഖക്കേടാന്നറിയാം. അപ്പുറത്തെ ഗേറ്റാണ്, അവിടെ ഒരു ഗേറ്റ് വേണമെന്ന് വെച്ചാൽ അതിൽ കൂടെ ചെയ്യാവുന്ന കാര്യങ്ങളും ഉള്ളൂ.
അത് മിക്കവാറും ഡി കമ്പനിയായിട്ട് ബന്ധപ്പെട്ടവനായിരിക്കും മേടിച്ചേക്കണം. അടുത്ത വീട്ടിൽ മേടിച്ചവന് തന്നെ ഈ വീടിൻ്റെ ഇവിടെ വന്ന് ഈ അയൽവക്കത്തെ ഗേറ്റ് തുറന്ന് ചെയ്യേണ്ട കാര്യമില്ല. അവന് അടുത്ത വീട്ടിൽ പോയില്ല, അവിടെ ഒരു റോഡിലേക്ക് ഒരു അസസ് ഇട്ടിട്ട് അതിൽ കൂടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ നമ്മൾ മണ്ണെടുക്കാൻ നേരത്തെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചെയ്യണം ആ വീടിൻ്റെ മുമ്പിൽ കൂടെ തന്നെ ഡയറക്റ്റ് അസസ് ഇട്ട് ചെയ്യണം. ഇങ്ങനത്തെ പരിപാടി ലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അയൽവക്കക്കാരൻ്റെ പുറമേ കൂടെ കയറ്റി മണ്ണെടുക്കണം.